ഓ അപ്പൊ എല്ലാ ആശംസകളും സ്ഥാനാർത്ഥിക്ക്. കറക്റ്റ് ആളോ ചോദിച്ച. രാവിലെ മരിയം വില്ലയിൽ എണീറ്റ് വരുമ്പോൾ കിട്ടുന്ന കാഴ്ച. ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. എണീറ്റ് അമ്മയൊക്കെ വെളുപ്പിന് എണീറ്റെന്ന് പറഞ്ഞു 5:30. ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ വ്യൂ. റിലാക്സ്, പീസ്, ഹാപ്പിനെസ്, എൻജോയ്മെൻറ്റ്, ഈ വക വാക്കുകളെല്ലാം ഇവിടെ ഉപയോഗിക്കാം, ആപ്റ്റായിട്ട് ഉപയോഗിക്കാം. കുറേ നേരം ഇവിടെ ഇരുന്ന് ഈ കാഴ്ചയെ കണ്ട് അപ്പോഴേക്കും ചായ റെഡി. നല്ല കിടലം ചായ, നല്ല തണുപ്പ്, രാവിലത്തെ ആ ഒരു മൂഡ്, കിളികളുടെ ശബ്ദം, ചൂട് ചായ, ഒരു ഇടിവെട്ട് കോമ്പിനേഷൻ. എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഈ റിസോർട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മനോഹരമായ സ്ഥലമാണ് ആ മൗണ്ടൈൻ്റെ മുകളിലുള്ള വ്യൂ പോയിന്റ്. അത് കയറാൻ നല്ല സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി പോയ സ്ഥലത്ത് കാലത്ത് വീണ്ടും പോവുകയാണ്. ഇത്ര സ്പീഡിൽ പോകണുണ്ടോ? അല്ലെങ്കിൽ പോയാൽ മതി. ഈ സ്റ്റെപ്പുള്ള കാരണം എല്ലാവർക്കും കയറിപ്പോകും. പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ കയറിപ്പോകും. അല്ലെങ്കിൽ ഇത്ര ടൈറ്റ് ആയിരിക്കും കയറാനായിട്ട്. എൻ്റെ ഭാര്യ നീതുവും എൻ്റെ മോൾ ചുട്ടിയും ഇല്ലേ മുകളിലെത്തി. എൻ്റെ മോനിഷാൻ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റിസോർട്ടിൽ വന്നവർ ഇത് മിസ് ചെയ്യരുതേ. നമ്മൾ മുകളിലേക്ക് എത്തി. യെസ്, ഇതൊരു എൻക്ലോസ്ഡ് സേഫ് സോൺ. അതായത് പുറത്തുനിന്ന് ആൾക്കാരും ആരും വരില്ലെന്ന്. റിസോർട്ട് തന്നെ. ആഹാ, ഇവിടെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തു. കുറച്ചേരം മെഡിറ്റേറ്റ് ചെയ്തു. പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു വല്ലാത്ത മൂഡാണേ. രണ്ടും അടയും ചക്കരയും പോലെ ഇരിക്കണ്ട. ഇടി തുടങ്ങിയാലടാ ഒരു രക്ഷയില്ലട്ടാ. ഈ കാണുമല്ലൊന്നും അല്ല. അവിടെ നിന്ന് ഇറങ്ങി ഒരു തിരിഞ്ഞു നോട്ടം. അടിപൊളി അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ്, കടലക്കറി, മീൻകറി, മുട്ട, പഴം, പ്ലേറ്റ്, ചുട്ടി, ആടി. ഈ മീനിന്റെ പ്രത്യേകത രീതിയ ഭയങ്കര ടേസ്റ്റാ. വരാൻ പറ്റാത്ത നിത്യേനെ കൊതിപ്പിച്ചോണ്ടിരിക്കണ്ട. വരാൻ പറ്റാത്ത. എങ്ങനെയുണ്ട് മീൻകറി? അടിപൊളി മീൻകറി അല്ലേ? മുട്ട. ആഹാ, നിത്യ ഇതൊന്നും പറയാനില്ല കേട്ടോ. വേറൊരു മൂഡാണ്. അവളുടെ മുഖം കാണിച്ചടാ. ശോഭു ഗുഡ് മോർണിംഗ്. വനജാമ്മ ഗുഡ് മോർണിംഗ്. യുദ്ധം ചെയ്യണമെന്ന് ഇരിക്കണോ ഇരിക്കണല്ലോ. ഇഷാൻ പിന്നെ കാലത്ത് കുറേ നേരം എൻ്റെ വക ഡാൻസ്. ഹോസ്റ്റ് ആശയുമായി നീതു ഭയങ്കര സൗഹൃദത്തിലായിട്ടോ. ഏലപ്പാറയിൽ നീതുവിന്റെ ഫ്രണ്ട് അല്ലേ? ഹായ്. അങ്ങനെ ഞങ്ങള് ഒരു ചെറിയ ഔട്ടിങ് കേട്ടോ. ടൂർ തീർന്നിട്ടില്ല. ഇനി ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞേ. കിടിലം വാട്ടർഫോൾസ്. അത് എൻജോയ് ചെയ്യാൻ പോവാണ്. ഈ റൂട്ടൊക്കെ അടിപൊളിയാണ്.
അരുവിക്കുഴി അല്ലേ? നമുക്ക് ഭയങ്കര ആഗ്രഹം കുളിക്കണമെന്ന്. അപ്പൊ താങ്ക് യു ചിയേഴ്സ്. നമ്മളൊക്കെ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. വിജയ് ചന്ദ്രബോസ്. ചിയേഴ്സ്. ഓക്കെ താങ്ക് യു. ഓ അപ്പൊ എല്ലാ ആശംസകളും സ്ഥാനാർത്ഥിക്ക്. കറക്റ്റ് ആളെ ചോദിച്ചേ. ശരി എന്നാ, എല്ലാ ആശംസകളും. ഇവിടെ ഉറപ്പായിട്ടും മരിയൻ റിസോർട്ടില് ഏലപ്പാറിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകണ്ട. ഞാൻ അരുവി കണ്ടിട്ടില്ല, കാണാൻ. അല്ല അരുവിയല്ല, സോറി, വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു. അരുവിക്കുഴി അതെ. എന്താ ടി വി കാണിച്ച ടി വി പറയുന്നുണ്ട്. ബസ് വരണ്ടേ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് മുബാറക് തേങ്ങ മോഷണം അത്ര മോഷണം തോന്നിയൊന്നും അല്ല. ഓൺ ദ വേ പല സ്ഥലത്ത് നിർത്തിട്ടോ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച്. ഒരുമിച്ച് മുളിക്കണ. ആ മതി. മുളി കഴിഞ്ഞാൽ അപ്പൊ കാശ് തരും. ചേച്ചിയുടെ പേര് ചിരിച്ചോ എന്ന് പറഞ്ഞ പേരെന്താ ചേച്ചിയുടെ? ഒന്നൊന്ന് മുളിക്ക്. വെറുതെ ഒന്ന് ഓരോ മുകളിലും കാശ് വരും. ഇവരാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കണം ഇങ്ങനെ. അപ്പോൾ വണ്ടി കൊണ്ടിട്ട് ഒരു വണ്ടിക്ക് 200 വെച്ച് കൊടുക്കണം ഇങ്ങോട്ട് എൻട്രിക്ക്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഒരു അത്യാവശ്യം ടേക്ക് കെയർ ചെയ്യുന്നത് നന്നായിട്ട്. നോക്കട്ടെ അപ്പുറത്തേക്ക് പോരുന്നിട്ടാ. ബ്യൂട്ടിഫുൾ. വേറെ കൂടുതൽ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കിടിലം. അമ്മമാരും നീതും അങ്ങോട്ട് വന്നില്ല കേട്ടോ, ക്രോസ് ചെയ്ത് വന്നില്ല. ഈ സൈഡ് അവൾ പഠിക്കും. ഇനി ആദ്യം ഞാൻ കാണിച്ചു. വളരെ സേഫ് ആയ ഒരു പ്ലേസ് കേട്ടോ. ഇത് കിടൂട്ടോ. നിക്ക് ചുട്ടി ഒഴുകി പോരല്ലേട്ടാ. നോക്ക് പതുക്കെ. ഇഷാൻ ആദ്യം കയറട്ടെ. ഇഷാൻ കയറിക്കോ. അവിടെ നിന്നോ. അല്ല അച്ഛൻ ആദ്യം ഇറങ്ങുന്നേ. ഇരിക്കാൻ പാടാ. അവിടെ ചെന്നു എനിക്ക് പിടി. ഭയങ്കര രസകരമായ ഒരു മൂടാട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും അവിടുത്തെ ഒരു ക്ലൈമറ്റും. ഇറ്റ് ഈസ് വണ്ടർഫുൾ. നിങ്ങൾ ഏലപ്പാറ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. കാലത്ത് ഞാൻ പറഞ്ഞില്ല അടയും ചക്കരയും ഒരു ഇടി തുടങ്ങി. ഈ ഇടിയോടെ ചുട്ടീനെ കൊണ്ട് ആക്കേണ്ടി വന്നു. പിന്നെ ഞാനും ഇഷാനും കൂടി കുറേ നേരം ഇവിടെ പൊളിച്ചു. ക്യാമറയൊക്കെ മാറ്റി വെച്ച് എൻജോയ് ലൈക്ക് എനിത്തിങ്. എൻ്റെ ഉദ്ദേശം എന്താ മനസ്സിലായോ? അവിടെ ചെറിയൊരു ഹോള് പോലത്തെ ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റുമോ, എന്നെ കാണാണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ക്ലൈമാക്സിൽ സിനിമയിൽ വന്ന പോലെ ചാടി വരാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ നടന്നില്ല. വീണ്ടും ശ്രമിച്ചു, പക്ഷേ വർക്കൗട്ടായില്ല. നിങ്ങൾക്ക് എന്നെ കാണാം അല്ലേ?
നോക്കിയേ. ടാറ്റാ, 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 ടാറ്റാ. ഇതിനോട് ചേട്ടാ ഒരു പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ വണ്ടിയൊക്കെ നിർത്തി, കുറേ സ്ഥലത്ത് നിർത്തി. പേരെന്താ പേര്? സുജയലക്ഷ്മി. ഇതൊക്കെ പിടിച്ചോണ്ട് കയറ്റം കയറാൻ ബുദ്ധിമുട്ടല്ലേ? എന്നാ അമ്മയുടെ പേരെന്താ? സൂസമ്മ ആൻഡ് സുജയലക്ഷ്മിയുടെ ഒപ്പം ട്യൂണിംഗ് ഇൻ വിജയേന്ദ്ര ബോസ്. അപ്പൊ ശരി അമ്മ. ഓക്കെ. അമ്മ അവിടെ തേയില പറിച്ചു. വനജകുമാർ ടി വി അപ്പോൾ ഒന്ന് പേടിപ്പിക്കാനുള്ള പരിപാടി നടത്തി. ഒന്ന് പേടിപ്പിച്ചു. ഇതാണ് കേട്ടാ, ഒന്ന് പേടിപ്പിക്കും. എന്തിനാ പറിച്ചു നോക്കി? എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ ഇവിടെ വന്നത്? അമ്മ ഭയങ്കര വിദഗ്ധമായി ഈ വിഷയങ്ങളൊക്കെ മാറ്റി ശ്രദ്ധിച്ചോട്ടെ. ഇപ്പൊ അത് പറിക്കാൻ പാടില്ല, അത് മോഷണമാണത് അല്ലേ? പറിക്കാമോ സുജയലക്ഷ്മി? അമ്മ പറിക്കാമോ? ഇത് കട്ടെടുക്കുന്നതാ. ഇത് ചായ ഉണ്ടാക്കാൻ പറ്റുമോ? കൂട്ടില വെച്ച് വനജകുമാരി ടി വി നൈസായിട്ട് വിഷയം മാറ്റിട്ടാ. പച്ചക്കിട്ട് ഉണക്കിട്ട് ഇത് ഉണക്കിട്ട് വനജാമയെ കൈയോടെ അറസ്റ്റ് ചെയ്തു. അല്ല, അപ്പൊ നമുക്ക് പറിക്കണ്ടേ? ഇടയ്ക്ക് ഈ ചെറുക്കനെ മൈൻഡ് ചെയ്തില്ല, അവന് ദേഷ്യം വരുവേ. ദാറ്റ് ഇസ് മൈ ലവ് ഓർ അവർ ലവ് ഫ്രീക്കി മോൺസ്റ്റർ. നമ്മൾ നേരത്തെ കണ്ട സ്ഥാനാർത്ഥി ആ ചേച്ചിയായിരുന്നേ. കാര്യം മൂന്നാർ വാഗമണൊക്കെ നമ്മൾ സ്ഥിരം വരാറുണ്ട്. ഇത്തവണ ഏലപ്പാറയിൽ സ്റ്റേ ചെയ്ത മരിയം വില്ലയിൽ ശരിക്കും എൻജോയ് ചെയ്ത് അതിനുശേഷം അമ്മ അതിൻ്റെ പേരുന്ന അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസിൽ പോയി. ആ റൂട്ടുണ്ടല്ലോ, എന്താ പറയുക, എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലായി, നേച്ചർ എല്ലായിടത്തും പ്രകൃതി ഉണ്ട്, പക്ഷെ അൺടച്ച്ഡ് ബൈ ബിഗ് ഡെവലപ്മെൻറ്റ്സ്, പൊല്യൂഷൻസ് ഇല്ല, എക്സ്ട്രീം എൻജോയ്മെൻറ്റ്. അപ്പോൾ മിക്ക സ്ഥലത്ത് ഞങ്ങൾ നിർത്തി ഇങ്ങനെ ഓരോ പരിപാടികൾ. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് തേയിലയൊക്കെ പറിച്ചു, അവിടുത്തെ നാട്ടുകാരായിട്ട് ഇൻട്രാക്ട് ചെയ്തു. നല്ല മനുഷ്യർ. ട്രൈ കമ്മിങ് ദിസ് പ്ലേസ്, ദിസ് സൈഡ് ഓഫ് ഇടുക്കി, യു വിൽ എൻജോയ്. അപ്പോൾ താങ്ക് യു. തിരിച്ച് മരിയമ്മിലെ പോയി റെസ്റ്റ് എടുത്തു, ഫുഡ് കഴിച്ചു, ഹോസ്റ്റ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. തിരിച്ചു വന്നപ്പോൾ വാഗമൺ വഴിയാണ് വന്നത്. അവിടെ നിന്ന് നേരെ പാല, ഈരാറ്റുപേട്ട, തൃപ്പൂണിത്തുറ. വീണ്ടും എവിടെയൊക്കെ നിർത്താൻ പറ്റുമോ അവിടെയൊക്കെ നിർത്തി എൻജോയ് ചെയ്ത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രിപ്പ്. താങ്ക് യു ഏലപ്പാറ ആൻഡ് താങ്ക് യു മരിയം വില്ല. ഇറ്റ് വാസ് ഫൺ. നിങ്ങൾ ഏലപ്പാറ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ് പൊല്യൂഷൻ ഫ്രീ സോണിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് മരിയം വില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വില്ല ഓർ ഇൻഫാക്ട് റിസോർട്ട്. അവിടുത്തെ ഫുഡ്, ആശ ചേച്ചിയുടെ ഫുഡ് കിടു. ഞാൻ ചുമർന്നോട്ടോ, പുള്ളിക്കാരത്തെ എന്നെ കലയിലതാണ്. അപ്പോൾ താങ്ക് യു, ലവ് യു ആൾ. ഐസ്ക്രീമോ